ആ ഒരു വേൾഡ് സർ എങ്ങനെയാണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്? ആ ഒരു സിനിമ ബെത്ലഹേം എന്ന് പറയുന്ന ആ ഒരു വേൾഡ്. ഇതൊരു നമ്മൾ ആദ്യം തൊട്ട് തന്നെ ഇതൊരു വളരെ കളർഫുള്ളായിട്ടുള്ള മ്യൂസിക്കും ഫണ്ണും ഒക്കെ ചേർന്ന ഒരു സിനിമ ആയിരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഈ വിഷയത്തിലേക്ക് എത്തുന്നത്. ഈ ഒരു സിനിമയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത്, ഞാനിതൊരു വേറൊരു പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് മലയാളത്തിലൊരു വലിയ പ്രൊഡ്യൂസറുണ്ട്. അയാൾ തമിഴിൽ വൻ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ഞുമാൻ എന്ന് പറയും, KT കുഞ്ഞുമാൻ. അദ്ദേഹം എന്നെ അദ്ദേഹം അന്ന് ശങ്കറിനെ പോലുള്ള ഡയറക്ടേഴ്സിനൊക്കെ വെച്ച് അവിടെ വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജെന്റിൽമാൻ എന്നൊക്കെ പറയുന്ന സിനിമ എടുത്തു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നെ അപ്രോച്ച് ചെയ്തിട്ട് അദ്ദേഹത്തിന് മലയാളത്തിലൊരു സിനിമ ചെയ്ത് കൊടുക്കുമെന്ന് എനിക്ക് വന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനിക്ക് വലിയ സിനിമ ആയിരിക്കണമെന്നൊക്കെ അദ്ദേഹം പറയും. പക്ഷേ എനിക്ക് എങ്ങനെയാണ് ഈ വലിപ്പം എന്നുള്ളത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ രഞ്ജിത്തുമായിട്ട് ഇങ്ങനെ ഒരു കഥ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ആലോചിക്കുന്ന സമയത്ത്, ഞങ്ങൾ ചെന്നൈയിൽ താമസിച്ചത് ചെയ്യുന്ന സമയത്ത് കുറേ ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ബോറടിച്ചപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സിനിമ കാണാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ഒരു തിയേറ്ററിൽ പോയി ഒരു സിനിമ ഉണ്ട്. ആ സിനിമ അന്ന് വലിയ ഹിറ്റായി കുറേ ദിവസം ഓടിക്കൊണ്ടിരുന്നതാണ്. ഹം ആപ്കെ കൗൻ എന്ന് പറയുന്ന ഹിന്ദി സിനിമയാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ തിരിച്ചുള്ള യാത്രയിൽ ഞാൻ പറയുന്നത്, നമുക്ക് മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു ഭയങ്കര കളർഫുൾ ഫാമിലി ബോണ്ടിങ്ങും മ്യൂസിക്കും ഡാൻസും ഒക്കെ ഉള്ള സിനിമ നമുക്ക് മലയാളത്തിൽ അങ്ങനെ വന്നിട്ടില്ല. നമുക്ക് ആ ഒരു ട്രാക്കിലൊന്ന് ഒരു കഥ അറ്റൻഡ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്.